നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് TV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, പ്രസാദേട്ട, മണിക്കുട്ട. സ്വാഗതം. നമുക്കെന്നാ ആദ്യത്തെ സ്കിറ്റിലേക്ക് കയറിയാലോ? ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റംമാരുടെ ടീം മാസ്. മനോജ് വലഞ്ചുഴി, അജേഷ് റാന്നി, സുമി. ഒരു നല്ല കയ്യടി. തുണിയാ അതെങ്ങനെ പഴം തിന്നിട്ട് തൊലി എടുത്ത് എറിയുന്നത് പോലെ അല്ലയോ തുണി തന്തേ മക്കളും എടുത്ത് ഊരി എറിയുന്നത്. അത് അപ്പം തന്നെ ഞെരടിയിട്ട് കഴിഞ്ഞ് എനിക്ക് ഇത്രയും പാടുണ്ടോ? എനിക്ക് ഉണ്ടാക്കാനായിട്ട് വെച്ചേക്കുവാ. പൈപ്പിലാന്ന് നേരെ വേണം വെള്ളമുണ്ടോ? പഞ്ചായത്തുകാർ പറഞ്ഞുണ്ടാക്കിക്കുന്ന പൈപ്പാ. കാരണം പൈപ്പ് തുറന്നാൽ നമ്മളെ വരട്ടും എന്ന്. എന്തോ ചെയ്യാനാ, എന്റെ ഗതികേടാന്ന് പറഞ്ഞാൽ മതി. മഴയ്ക്ക് വലിയ അസൂയ. ഞാൻ എപ്പോ തുണി എടുത്തോണ്ടിരുന്നാലും ഇപ്പൊ പെയ്യൊന്നും പറഞ്ഞോണ്ട് നിൽക്കുക. ഉറക്കത്തിൽ എനിക്ക് നാടി ഒന്ന് നൂർക്കാൻ നോക്കിയതാ. ഇപ്പൊ താടി ഇടിക്കാൻ വീണേനായിരുന്നു. നഖംപെട്ടി എവിടാ വെച്ചേക്കുന്നേ? അത് ചോദിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. അലമാരയുടെ അപ്പുറത്തിരിപ്പട്ടോ നഖംപെട്ടി. എവിടെ ഞാൻ നോക്കിയത് അവിടെ കിട്ടിയില്ലെന്ന്. എന്റെ പൊന്നു മനുഷ്യ, അതിന്റെ അപ്പുറത്ത് ഇരിപ്പുണ്ടെന്ന് നഖംപെട്ടി. നഖംപെട്ടി എടുത്ത് അറിഞ്ഞോട്ട് മുണ്ടക്കണ്ണ് വെച്ച് പോയി നോക്കുക. അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അവിടെ ഇല്ലെന്ന്, നഖംപെട്ടി അവിടെ ഇല്ലെന്ന്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അടുക്കളയിലോട്ട് ചെല്ല്. അവിടെ ഇരിപ്പുണ്ടോ? അല്ല, അവിടെ നല്ലൊരു വാക്കത്ത് ഇരിപ്പുണ്ട്. നിങ്ങളുടെ വിരൽ മൊത്തം വെട്ടിക്കളാൻ പറ്റുമോ? എടി എണ്ണ ഇരിപ്പുണ്ടോ? ഞാനിവിടെ ആട്ടിക്കൊണ്ടിരിക്കുക. എടുത്തു തരാം ഇച്ചിരി കഴിയുമ്പോ. എണ്ണ എവിടെ ഇരിക്കുന്നത്? അടുക്കളയിൽ ഇരിപ്പുണ്ടെന്ന്. എന്തൊരു പുതുമയാ നോക്കിക്കോണം ഈ മനുഷ്യന്. അവിടെ ഇരിപ്പുണ്ട് എണ്ണ. അപ്പൊ സോപ്പാടാ. നിങ്ങൾക്ക് ഇപ്പൊ എന്തോ വേണ്ട? നിങ്ങൾക്ക് നഖംപെട്ടി വേണോ, എണ്ണ വേണോ, സോപ്പ് വേണോ? എനിക്കന്ന് ഒരു നഖംപെട്ടി, ഒരു എണ്ണ, ഒരു സോപ്പും വേണം. ബാക്കിക്ക് മുട്ടായിയോട് തരട്ടെ? നീ പലചരക്കാണ്. അല്ല പിന്നെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കി എടുക്കാൻ വയ്യ. എനിക്ക് കുളിക്കണം, എനിക്ക് കുളിക്കണം. നിങ്ങൾ വേറെ പോയി നോക്കിയെടുക്കാം. വേറെ പോയി നോക്കിയെടുക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ കുളിക്കത്തില്ല. അത്രേ ഉള്ളു കാര്യം. എന്നോട് ഒന്നും രണ്ടും പറഞ്ഞ് ഇയാൾ എന്നും വഴക്കിടും. ആ പേര് പറഞ്ഞ് കുളിക്കത്തില്ല. ഇയാൾക്ക് കുളിക്കുന്ന ഇഷ്ടമല്ല. ഇയാൾ കുളിക്കണ്ട. അത് പറഞ്ഞ് ഞാൻ കുളിക്കത്തില്ലെന്ന്. ഞാൻ അന്തസ്സായിട്ട് കുളിക്കും, അറിയോ? അയ്യോ, അന്തസ്സായിട്ട് കുളിക്കും. ഇന്നലെ ബാത്റൂമിൽ കയറി ഞാൻ ഏറ്റവും ഒരു കുളിയായിരുന്നു. 2 തൊട്ടി വെള്ളം എടുത്ത് തലയോട്ട് ഒഴിച്ചപ്പോ എന്തോ സുഖമായിരുന്നു, അറിയാം. അടിപൊളി കുളിയായിരുന്നു. 2 തൊട്ടി വെള്ളമോ? പിള്ളേർക്ക് പോളിയോ കൊടുക്കുന്ന പോലെ 2-3 തുള്ളി എടുത്ത് മേത്തോട്ട് ഇങ്ങനെ ഇറ്റിക്കും. ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോ പുറമൊക്കെ ഒന്ന് കാണണം. ഈ ഭാരതപ്പുഴ വരണ്ട് കിടക്കുന്നത് പോലെ വെള്ളം പറ്റത്ത പോലും ഇല്ല. അതെന്താ ചോദിച്ചാൽ ഞാനിങ്ങനെ വെള്ളം കോരിയാണ് ഇങ്ങനെ ഒഴിക്കുമ്പോഴാ പുറന്നനയാതിരിക്കുന്നത്. അങ്ങനെയാണോ സാധാരണ മനുഷ്യർ കുളിക്കുന്നത്? മര്യാദക്ക് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ വെള്ളം കോരി ഒഴിക്കണം. അങ്ങനെ കുനിഞ്ഞൊന്നും ഒഴിക്കാൻ പറ്റത്തില്ല. ഈ പാത്തീക്കറ വെള്ളം ചെന്ന് താഴെ കിട്ടുമ്പോ നനഞ്ഞ സ്കൂട്ടർ കയറിയിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. കുളിരും എനിക്ക്. നിങ്ങളുടെ കുളിരും കൊണ്ട് ഇപ്പൊ രാവിലെ കുളിച്ചിറങ്ങിയത് എങ്ങോട്ട് പോവാ നിങ്ങള്? എന്റെ അമ്മയൊന്ന് കാണാൻ പോണം. അങ്ങനെയാന്ന് എനിക്ക് എന്റെ അമ്മയൊന്ന് കാണാൻ പോണം. എന്റെ അമ്മ ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണുമല്ലോ. അതിൽ നിങ്ങൾ വിടുന്നതുകൊണ്ട് നിങ്ങളുടെ അമ്മ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് കളിക്കാൻ എന്റെ അമ്മ മുറ്റം തൂക്കുക. അതിനിപ്പോ എന്റെ അമ്മ എനിക്ക് കാണാൻ പോകണം. ഇപ്പൊ എന്തോ വലിയ പുതുമ എന്തോ അങ്ങോട്ട് ചെല്ലണമെന്നോ? ഇന്നലെ പണി കഴിഞ്ഞ് വന്നപ്പോ ഞാൻ അമ്മ കയറിയെന്ന് കണ്ടു. അപ്പൊ അമ്മ പറയാ നീ ഇന്ന് ഫ്രീ ആണെന്ന് അങ്ങോട്ടൊന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ പണിയും കഴിഞ്ഞ് ഞാൻ അറിയാതെ നിങ്ങള് നിങ്ങളുടെ അമ്മയെ കാണാൻ പോയി. എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അത് പറയണമായിരുന്നു. എന്താ കാര്യത്തിനാ പോയത്? എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്റെ കൂട്ടുകാരല്ലേ മറ്റേ ഗൾഫിൽ നിന്ന് വന്നേ, അല്ല അഷ്ടദ്രവ്യൻ. അവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ അമ്മോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഷ്ടദ്രവ്യന്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറഞ്ഞു കൂടണമെന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയി. അപ്പൊ അഷ്ടദ്രവ്യം ഗൾഫിൽ നിന്ന് അതാ എന്നോട് പറഞ്ഞില്ലല്ലോ. നീ എന്താ ഇന്ത്യൻ എംബസിയാണ് അവൻ ഗൾഫിൽ നിന്ന് വരുമ്പോ പറയാൻ വേണ്ടി? അല്ലല്ലോ, ഒരു മര്യാദയ്ക്ക് വെച്ചാ നിങ്ങളുടെ കൂട്ടുകാരാന്ന് എനിക്ക് അറിയാമല്ലോ. നിങ്ങള് അമ്മയുടെ വീട്ടിൽ പോയി, അത് എന്നോട് പറഞ്ഞില്ല. നിങ്ങളുടെ കൂട്ടുകാരൻ അഷ്ടദ്രവ്യന്റെ വീട്ടിൽ പോയി സിനിമ കണ്ടു, അതും എന്നോട് പറഞ്ഞില്ല. പിന്നെ കൂടി എന്ന് പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു, അതും പറഞ്ഞില്ല. അതൊക്കെ നിന്നോട് കാര്യമില്ല. അങ്ങോട്ട് പോകുന്നതിനോട് പറയട്ടെ. നിങ്ങൾ പണിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അറിയണോ? ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അറിയണോ? എങ്ങനെ പറ്റാൻ? ഞാൻ ഇന്നലെ അക്കോളി വഴി അങ്ങോട്ട് നടന്നു പോയപ്പോ നമ്മുടെ അപ്പിച്ചില്ലേ, സരസമ്മ അപ്പിച്ചി എന്നെ വഴിക്ക് വെച്ച് പറഞ്ഞപ്പോ എവിടെ പോകാനാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പോകണ്ട, ഇങ്ങോട്ട് വന്നേ ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞ അപ്പിച്ചിട്ട് വീട്ടിൽ കയറി ആഹാരമൊക്കെ കഴിച്ചത്. നിങ്ങൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞതാണോ നിങ്ങൾ പറയുന്നത്? ശനിയാഴ്ച നമ്മൾ വീട്ടിൽ ഇരുന്നപ്പോ അപ്പിച്ചി എന്നെ വിളിച്ചായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു നീ ചോദിച്ചില്ലേ അത് ആരാ വിളിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എന്റെ അപ്പിച്ചി സരസമ്മ അപ്പിച്ച എന്ന് പറയുമ്പോൾ നീ അന്നേരം എന്തോ ഒന്ന് പറഞ്ഞായിരുന്നു. അന്നേരം സംഭവം ഞാനോ? നീ എന്തോ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ ഒന്നും പറഞ്ഞൊന്നും അല്ല, നീ പറഞ്ഞു എന്തോ സംഭവം നീ പറഞ്ഞായിരുന്നത്. ഇതെന്തോ എന്തോ ഒരു കാര്യം നീ പറഞ്ഞായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ നാലോചിച്ചേ. എനിക്ക് വിരൽ വലിച്ചൊടിക്കാനൊന്നും അങ്ങനൊന്ന് നീ നോർത്തേന്ന് കിട്ടി. നിങ്ങളുടെ അപ്പച്ചി വിളിച്ചു. നിങ്ങളുടെ അപ്പച്ചിയുടെ കുപ്പച്ചിയുടെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ടെന്നു. നീ എന്താണ് എന്റെ അപ്പച്ചി കുപ്പച്ചിന്ന് വിളിച്ചേ? നമ്മൾ അച്ചടി ഭാഷയാണ് സംസാരിക്കുന്നത്. അത് അങ്ങ് വന്നു പോയി. അല്ല, നീ എന്റെ അപ്പച്ചിയെ കയറി എന്തിനാ കുപ്പച്ചിന്ന് വിളിച്ചത്? അത് മനസ്സിൽ വെച്ചോണ്ട് പറഞ്ഞല്ലേ, അറിയാൻ അപ്പച്ചി കുപ്പച്ചി അങ്ങ് പറഞ്ഞു പോയി. ഇപ്പഴും പറഞ്ഞു എന്റെ അപ്പച്ചിയെ കുപ്പച്ചിന്ന് വിളിച്ചെന്താ? നിന്റെ അപ്പച്ചിയെ ഞാൻ കുപ്പച്ചിന്ന് വിളിച്ചിട്ടുണ്ടോ? എനിക്ക് അപ്പച്ചി ഇല്ല. അപ്പച്ചിയില്ല. നിന്റെ അമ്മാവനെ കുമ്മാവെന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ? നിന്റെ അമ്മാവനെ കുമ്മാവെന്ന് ഇപ്പൊ വിളിച്ചല്ലോ. ഇപ്പൊ വിളിച്ചു. നിങ്ങൾ
അതല്ല അതെന്റെ വിരല, ഇത് നിന്റെ വിരല. അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ വർത്താനം പറഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനെ കയറി കിച്ചാന്ന് വിളിച്ചിട്ടുണ്ടോ ഞാൻ? നിന്റെ അമ്മയെ കയറി കുമ്മേന്ന് വിളിച്ചിട്ടുണ്ടോ? എന്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഇവക്ക് എന്റെ അമ്മ ഇഷ്ടമേ അല്ല. അന്ന് പക്ഷേ ഇവിടെ അമ്മയുടെ കാര്യം പറയാന്നെങ്കിലോ ഇവക്ക് എന്തോ താല്പര്യം കാര്യങ്ങളൊക്കെ ആണെന്നറിയോ? പോട്ടെ, എന്റെ അനിയനെ ഇടയ്ക്ക് ഇവിടെ പൈസയ്ക്ക് വരും, അവർക്ക് ഇഷ്ടമല്ല. ഇവിടെ ആങ്ങൾ എന്നോടൊന്ന് പൈസ ചോദിക്കും, 50 രൂപ ഞാൻ പൈസ കൊടുക്കും. അപ്പൊ അവർക്ക് അത് താല്പര്യമാ. എന്റെ പെങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും ഈ വീട്ടിൽ. ഇവർക്ക് അത് ഇഷ്ടമല്ല. പക്ഷെ ഇവിടെ നാത്തൂർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ എന്തോ വാരിക്കോരി കൊടുക്കുന്നറിയാമോ? പോട്ടെ, എന്റെ അമ്മ എനിക്കത് കാണാൻ പോകണമെന്ന് പറഞ്ഞ് എന്റെ ബന്ധുക്കാരുടെ കാര്യം പറയാം. നമ്മൾ പെട്ടെന്ന് തുണി കഴുകി കഴിയുമല്ലേ ഇവിടെ. മര്യാദക്ക് തുണി അലക്കരുത്. അലക്കണോ? 100 രൂപ വെക്കണം. ഇനി തുണി അലക്കണം എന്നുണ്ടെങ്കിൽ 100 രൂപ, പാത്രം കഴിയുന്നുണ്ടെങ്കിൽ 50 രൂപ, മിറ്റം അടിക്കണമെന്നുണ്ടെങ്കിൽ 25 രൂപ, വെച്ചുണ്ടാക്കി തരണമെങ്കിൽ 150 രൂപ തരാം. പക്ഷെ നീ ഈ പണിയെല്ലാം ചെയ്തിട്ടേ ഈ താക്കോലും പൂട്ടി എന്നെ തന്നിട്ട് നീ വീട്ടിൽ പോയിക്കോണം വൈകിട്ട്. അഥവാ അവിടെ നിൽക്കാനാ താല്പര്യം എന്നുണ്ടെങ്കിൽ വാടക തരണം. പണിക്കാരാണെങ്കിൽ അവരെ വീട്ടിൽ പോയിക്കണം. പണിക്കാരായിട്ട് നിൽക്കുവാണെങ്കിൽ വാടക തരണം. അങ്ങനാണെങ്കിലേ നാളെ മുതൽ എനിക്ക് സിക്ക് ലീവ് വേണം. സിക്ക് ലീവ്? 1 മാസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി ഞാൻ ജോലിക്ക് വരത്തില്ല. സിക്ക് ലീവ് എന്തിനാ വരത്തില്ല. അത് ജോലിക്കാർക്ക് അങ്ങനെ ഉണ്ട്, വിത്ത് സാലറി. അപ്പൊ 1 മാസം നീ വരത്തില്ല? വേറെ വല്ല പെണ്ണുങ്ങളെ കിട്ടുമോ നോക്കട്ടെ ഇവിടെ പണിയാ. എന്താ ഇവിടുത്തെ പണിക്ക് വേറെ വല്ല പെണ്ണുങ്ങളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. ആണോ? എന്നാ സാലറി കൂടുതൽ കിട്ടുന്ന നല്ല നല്ല ഉദ്യോഗമുള്ള ആണുങ്ങളുടെ വീട്ടിലോട്ട് ഞാനും പോകും. ഇത് മൂക്കിനകത്ത് വെറുതെ കയറ്റി ഞാൻ തിരിച്ച കടിക്കും. എനിക്ക് അത്ര കണക്ക് പറഞ്ഞേ. പക്ഷെ നിങ്ങളല്ലേ എന്നോട് കണക്കൂട്ടി പറഞ്ഞത്. ഇതെന്നെ കാൽക്കുലേറ്റർ അല്ല, നിനക്ക് ഇങ്ങനെ കുത്തി കണക്ക് പറയാറുണ്ട്. കൂടുതൽ സംസാരിക്കരുത്. നിന്നോട് ഞാൻ വഴക്കുണ്ടാക്കാത്ത എന്താണെന്നറിയാവോ? എന്താണെന്നറിയാവോ? വിളിച്ചു മാറ്റാൻ ആളില്ല എന്നിട്ടാ. ഇതിന്റെ പണി ഞാൻ പോയി ഇരിക്കട്ടെ. ഞാനും എന്റെ പിള്ളേരുടെയും അത് അങ്ങനെ ഇരിക്കും. പാവപ്പെട്ട സ്ത്രീകളോട് ദേഷ്യപ്പെടുമ്പോ ഓർക്കണം ഇങ്ങനെയൊക്കെ ദൈവം തരുമെന്ന്. ഇപ്പൊ തന്നെ കിട്ടിയല്ലോ. അങ്ങനെ അതാ മോഹം കണ്ട് ചമ്മിയ മോഹം കണ്ടാലേ അറിയാം നൊന്നില്ലെന്ന്. നിങ്ങളുടെ തുണി ഞാൻ ഇവിടെ ഇട്ടേക്കും. എന്റെ ഈ ഭാഗം എന്തി ചളുകി അകത്തിരിക്കുമായിരുന്നു. ഹലോ, സുഗുണം മെമ്പറാ? ചേട്ട കുട്ടിയതല്ല, സുഗുണം മെമ്പറാണ്, പറഞ്ഞോളാൻ. ഇല്ല 1 മാസം കൂടെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞാൻ സ്ഥാനം ഒഴിയത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഏറ്ററിഞ്ഞിട്ട് പോരാൻ പറ്റുമോ? നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? പഞ്ചായത്തിൽ പുതിയ 10 ഡെസ്കും കസേരയും വന്നിട്ടുണ്ട്. ഈ 2 വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഞാനൊരു ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറത്തുള്ളൂ. ഓക്കെ വൈകിട്ട് വിളിക്കാം. ചേച്ചി എന്തോ നോക്കുന്നത്? ചെവി ഊരി കഴുകുവാണോ നോക്കിയതാ, വിളിച്ചിട്ട് കേട്ടില്ലല്ലോ. എന്താണ്ട് കുറച്ച് പതയും ചെളി ഏത് വേണം? പദം മതി, ചെളി എന്റെ ഉണ്ട്. കരിങ്കല്ലാണ് ഉണ്ടാക്കി വെച്ചേക്കോണ്. അണ്ണോ, സുഹാസിനി ചേച്ചി, നിങ്ങൾക്ക് കണ്ണിച്ചോരയുണ്ടോ? നിങ്ങൾ എന്താ പരിപാടിയായി കാണിക്കുന്നേ? ഞാനിത് എന്നും കാണിക്കുന്ന പരിപാടി തന്നെ. ഇതല്ലെന്നും സ്വന്തം ഭർത്താവ് ജീവനില്ലാതെ കിടന്നിട്ട് ഒന്ന് കരയാനുള്ള മനസ്സ് കാണിച്ചോ സ്ത്രീയെ നിങ്ങള്? അണ്ണൻ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ലെന്ന്. അങ്ങനൊന്നും പറയല്ലേ. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ 1, 2 പറഞ്ഞോണ്ട് നിൽക്കുവായിരുന്നടാ. സംഭവം ഇത് ഞാൻ ഈ താഴെ കയറി വന്നപ്പോഴേ അവിടുത്തെ സുരാജൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ 2 കൂടി ഇവിടെ വഴക്കായിരുന്നെന്ന് പറഞ്ഞു. സത്യം പറ, കയ്യബത്തം വല്ലം പറ്റി എന്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞായിരുന്നു അമ്മയുടെ അടുത്ത് പോണം. ഞാൻ പറഞ്ഞു അണ്ണാ പോയിട്ട് വൈനിപ്പോ എന്താ, ഞാൻ വേണമെങ്കിൽ വരാം. അപ്പൊ പറഞ്ഞു വരണ്ട, നീ നിന്റെ അമ്മയുടെ അടുത്ത് പോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞങ്ങൾ 2 കൂടെ അമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്, അഷ്ടദ്രവ്യൻ, അവന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ വരാം അണ്ണാ, നമുക്ക് പോയി സിനിമ കാണാൻ. അതൊക്കെ എല്ലാം സമ്മതിച്ചു വെച്ചിരിക്കും. ഇത് സംഭവം പോലീസ് കേസാകും, വലിയ വിഷയമാകും. ഇത് സംഭവം എന്തോ കാര്യത്തിന് എന്തിനാണ്? അത് നഖത്തിനിടയിൽ ഈർക്കിന് കയറുമ്പോ അറിയാം എന്തിനാന്ന്. അങ്ങനൊക്കെ ചെയ്യോ അവര്? ഇല്ല, അവർ തലമുടി കോതിട്ട് സ്ലൈഡ് കുത്തി മുല്ലപ്പൂവും വെച്ച് ഇങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നി ചേച്ചി, ഇത് വലിയ വിഷയമാകുന്നത്, കൊലപാതക കുറ്റമാകുന്നത്. ഒരു കുഴപ്പമില്ല എന്റെ ചേട്ടന്. ആര് പറഞ്ഞു? ചേച്ചി ആര് ചോദിച്ചാലും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുപോലെ അങ്ങ് പറഞ്ഞാൽ മതി. പോലീസുകാർ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. കറക്റ്റ് ഈ മീറ്ററിൽ ഈ പഞ്ചിനങ്ങ് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്തിട്ടില്ല.
ഞാനൊന്നും ചെയ്തിട്ടില്ല സുഗുണ. സംഭവമാകും ഇത്. നിങ്ങൾ വിചാരിക്കുന്നിടത്തും നിക്കത്തില്ല ഇത്. എന്തോ ചെയ്യും എനിക്കറിയാം, എന്റെ കൈയും കാലും പറയുന്നത്. ചേച്ചി ഞാനിവിടെ മെമ്പറായിട്ട് നിൽക്കുമല്ലേ, എന്റെ ഓർഡറായ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമുക്ക് ഈ സംഭവം ഒതുക്കി തീർക്കാം. ഞാനേ മറ്റേ ചിലക്കാരെ ഒന്ന് വിളിച്ച് സെറ്റാക്കാം. ഹലോ, അതെ 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 അതെ, മെമ്പർ സുഗുണനാ. അതെ, നമ്മുടെ വടക്കപ്പാടത്തെ സജീവൻ ചേട്ടൻ്റെ റോട്ട് പറഞ്ഞേ. ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് വാ. ബെഞ്ചും കസേരയും ഡെസ്കും വേണം. എത്ര രൂപയാവും നിങ്ങൾക്ക്? 15,000. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ പിരിവൊക്കെ കിട്ടുമല്ലോ, അന്നേരം തന്നേക്കാം. ഓക്കെ ഓക്കെ, പറഞ്ഞ കേട്ടോ. സംഭവം ഓക്കെ ആക്കിയിട്ടുണ്ട്. ചിലക്കാരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പായിട്ട് കാലൊന്ന് വിരല് കൂട്ടിക്കെട്ടണം. അങ്ങനൊന്നും ചെയ്യല്ലേ, അങ്ങനൊന്നും ചെയ്യല്ലേ. അയ്യോ, ഇനി വിരല് കൂട്ടിക്കെട്ടാ. ഇനിയിപ്പോ നിൽക്കാനൊന്നും പറ്റത്തില്ല, അങ്ങോട്ട് കൂട്ടിക്കെട്ടാം. അങ്ങനൊന്നും ചെയ്യണ്ടെന്ന്, അങ്ങനൊന്നും ചെയ്യണ്ട. ഇനി ഇതൊക്കെ സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ മരണം എന്നൊക്കെ പറഞ്ഞാൽ നൈമിഷികമാണ്. കഴിഞ്ഞ ദിവസം തന്നെ രാജീവനും ഭാര്യയും കൂടെ ചൂണ്ടെടുത്തും വടക്കുണ്ടായി ചമ്മന്തി എടുത്ത് രാജീവന്റെ കണ്ണിലെറിഞ്ഞു. അങ്ങനെ അവൻ ആശുപത്രി കിടന്നു. അതുവരെ ഞാൻ ഒത്തുതീർപ്പാക്കിയല്ല. പക്ഷേ ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ മുഖത്ത് നോക്കി പെട്ടെന്നൊന്ന് പറയാം. എനിക്ക് കൈയും കാലും വരത്തിട്ട് വയ്യ. എനിക്ക് പെട്ടെന്നൊന്ന് പറയാം. എനിക്ക് പെട്ടെന്നത് നീ എന്തുവാടാ നീ? അല്ല, ഞാൻ ഈ 1 മാസം കൂടെ അല്ലേ ഉള്ളോ. ചേച്ചി ഇത് എങ്ങനെ എടുക്കുമെന്ന് നോക്കുമ്പോഴാണ് എന്തോ അണ്ണ മേളിൽ പോയിട്ട് പെട്ടെന്ന് വന്നു. മേളിൽ പോയിട്ട് പെട്ടെന്ന് വരാം. നീ അറിഞ്ഞ കല്ലാന്നോ? നീ വരച്ച് ഞാൻ ചത്തില്ലയോ? അപ്പൊ ഞാൻ ചാവുമ്പോ നിനക്ക് കരയാൻ അറിയാം. ആര് കരഞ്ഞു? ഇപ്പൊ കയറുക നീ ചെറുക്കനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ചുമ്മാ കരഞ്ഞതാ. കാര്യം ചോദിച്ചോട്ടെ, എന്തുവായിരുന്നു ഇവിടെ പ്ലാൻ? അത് അണ്ണം വിചാരിച്ച പോലുള്ള പ്ലാൻ ഒന്നും അല്ല സംഭവം. ഞാൻ എന്താ വിചാരിച്ചത് നിനക്ക് മനസ്സിലായി? അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ആ റൂട്ട് മാറിപ്പോയത് പോലാണ് തോന്നിയതായത്. എന്താ ഇത് സംഭവം എന്തോന്ന് ചോദിച്ചാലേ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമല്ലേ. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിന് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നീ നിന്നിട്ട് എന്താ പറയാനോ? അതിനോട് അങ്ങനെ പറയുന്നത്? നീ എന്താ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി തന്നിട്ടുണ്ടോ? നീ ഇപ്പോഴല്ലേടാ ഇങ്ങോട്ട് വരുന്നത്? ഞാൻ നിങ്ങളുടെ എന്ത് കാര്യമാണ് നടത്തി തരായിരുന്നത്? എടാ, ഞാൻ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഈ വീട്ടിലോട്ട് വഴിയില്ലെന്ന് പറഞ്ഞത് നീ ശരിയാക്കി തന്നിട്ടുണ്ടോ? നീ അതിന് വേണ്ടി തിരക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ അവിടെ പരാതി തന്നത്? ഇവിടെ വഴിയില്ല, നീ വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ട് നീ വന്നോ? ഈ വഴിയില്ലാത്തടത്തോട്ട് ഞാൻ എങ്ങനെ വരും? നീ എങ്ങനെ ഇപ്പൊ ഇത് വണ്ടി കയറി വന്നേ? അത് പറ. എന്താന്ന് ചോദിച്ചാലേ, നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുവാണല്ലോ. അടുത്ത തവണ ഇത് വനിതാ വാർഡാണ്. അപ്പൊ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ സ്ഥാനാർത്ഥിയായിട്ട്. നീ ഒരു കാര്യം ചെയ്യ്, മീശ പഠിച്ച ഒരു സാരി ബ്ലൗസ് കൊടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങടാ. പിന്നെ എന്ന് പറഞ്ഞാൽ കോമഡി പരിപാടിക്ക് ഫീമെയിൽ സ്കിറ്റ് കളിക്കാൻ പോകില്ലേ മീശ പഠിച്ച സാരിയും കൂട്ടാണ്. ஆனால் അങ്ങനെയൊന്നും പറ്റത്തില്ലെന്ന്. ഇവിടെ ഒരു സ്ത്രീ തന്നെ വേണം വനിതാ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ വേണം. അങ്ങനെ ഈ നാട് മൊത്തം തെരഞ്ഞപ്പോ ഒരാളെ ഉള്ള അതിന് യോഗ്യതയുള്ളത്. അതാരാ? ഈ നിൽക്കുന്ന സ്ത്രീ രത്നം സുഹാസിനി സജീവൻ. എവിടെ കയറി പോവാ? കൊടിവെച്ച കാറ് അരി വെക്കാൻ നോക്കണേ. കൊടി വെച്ച കാര്യം പോകാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ പരിപാടിക്ക് പോകത്തില്ല. ഈ പരിപാടിക്ക് ഇവിടെ നിൽക്കുന്നില്ല. നേതാവായിട്ട് എന്റെ പൊന്നെണ്ണ, അണ്ണൻ നല്ല കാര്യങ്ങൾ അറിയാൻ വയ്യാത്തോണ്ടാ സമ്മതിക്കുന്നത്. എന്താടി അണ്ണാ, അണ്ണനൊന്നും മൂളിയാൽ തീരാവുന്ന വിഷയമേ ഉള്ളൂ. ഇത് മൂളി സമ്മതിക്കുക. അണ്ണ മൂളി അങ്ങനെ മൂളി നല്ലത്. അങ്ങനെ മൂളി നല്ലത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ ചേച്ചി ജയിച്ചാൽ പഞ്ചായത്ത്, അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത്, അത് കഴിഞ്ഞ് നിയമസഭ, അത് കഴിഞ്ഞ് എന്തായിരുന്നു? നിയമസഭ, രാജ്യസഭ, ലോകസഭ. കൊടിവച്ച കാറി കിടന്ന് പാറും ചേച്ചി അങ്ങോട്ട്. അങ്ങനെ വാറണ്ട. എന്റെ പെണ്ണ് പോലെ വിടാൻ പറ്റത്തില്ല. നീ പോകുന്നുമില്ല ഇവിടുന്ന്. സുഗുണ, ഒരു കാര്യം മനസ്സിലാക്കാം. സ്ത്രീ ഉന്നമനത്തിന്റെ രക്ഷയ്ക്കായി, സ്ത്രീയുടെ പീഡനങ്ങൾക്ക് എതിരായി, ഈ ഭർത്താക്കന്മാരുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമായി സ്ത്രീയെ അടുക്കളയിൽ മാത്രം അടച്ചിട്ടിരിക്കുന്ന സ്ത്രീയെ ഞാൻ മുന്നിൽ നിർത്തി അരങ്ങിലേക്ക് എത്തിച്ച് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാസ്വാതന്ത്ര്യ രാജ്യത്തിന്റെ നേതൃത്വം വഹിക്കാൻ ഈ ഈ ഈ ഈ ഈ സുഹാസിനി ഇന്ന് തയ്യാറായി കഴിഞ്ഞു. രോമൻ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നു. സോമനോ? സോമനല്ലത്, രോമൻ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുന്നു. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അണ്ണാ, അതിനെന്തിനാ പേടിക്കുന്നത്? ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ അണിയില്ലേ, ഞാൻ ഉൾപ്പെടുന്ന അണികളുണ്ടല്ലോ. ചേച്ചി ഒന്നും വിഷമിക്കണ്ട. 24 മണിക്കൂറും ചേച്ചിയുടെ പുറകെ ഞാനുണ്ടാവും. രാവും പകലും ഒന്നില്ലാതെ കൂടെ ഞാനുണ്ടാവും. ഞാനോ? അണ്ണൻ വീട്ടിൽ കിടന്ന് തീറ്റയും കുടിയായിട്ടൊക്കെ കിടന്നു. കേട്ടോ, നിങ്ങളുടെ ആവശ്യമില്ല.
നിങ്ങളുടെ ആവശ്യം. നീ പോകത്തില്ല, എനിക്കത് കാണണം. വെള്ളം പറയരുത് കേട്ടോ. നീ പോകത്തില്ലെന്ന് പറഞ്ഞല്ലോ, നീ പോകത്തില്ല. ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കും. നീ നിൽക്കത്തില്ലടി. 2 ദിവസം കൂടെ ഉള്ള ചേച്ചിയുടെ കത്രിക കൊടുക്കണമെന്ന്. കത്രിക എവിടെ കൊണ്ടുവന്ന്? മറ്റേ നാമസങ്കീർത്തന കത്രിക. ഏത് അമ്പലത്തില്? അമ്പലത്തിലല്ല, നമ്മൾ ഈ ഇലക്ഷൻ ഇരിക്കുമ്പോ കളക്ടർക്ക് ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കില്ല നമ്മള്. നീ എന്താ പറഞ്ഞ? നാമസങ്കീർത്തന കത്രിക. 5 കൊല്ലം കൊണ്ട് നീ ഇവിടെ ഒന്നും ഉണ്ടാക്കാത്ത കാര്യം എനിക്ക് ഇപ്പഴാ പിടികിട്ടിയത്. എന്താണ്? നാമസങ്കീർത്തന കത്രികതല്ല, പിന്നെ നാമനിർദ്ദേശ പത്രിക എന്ന് വേണം പറയാറുണ്ട്. ഞാൻ 5 കൊല്ലം മുമ്പ് കൊടുത്തല്ല, മറന്നുപോയി, അതാ പറഞ്ഞത്. നീ സംസാരിക്കാത്ത നീ ഇയാൾ എന്തോ സംസാരിക്കും. ഇയാളോട് വായിട്ടടിച്ചിട്ട് കാര്യമില്ല. നീ നിക്കുന്നില്ലെന്ന് ഞാനാ പറഞ്ഞത്. നിങ്ങൾ ആരാ എന്റെ? നിങ്ങൾ ആരാ എന്റെ? പണത്താവ്. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യ സ്ത്രീകൾക്കുണ്ട്. ഞാൻ നിൽക്കൂന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. നീ നിൽക്കുന്നില്ല, ഇവിടെ നിർത്തത്തില്ല. എന്നാ ഞാൻ തുടങ്ങി വെച്ച കുറെ പദ്ധതികളുണ്ട്, അതൊക്കെ പൂർത്തിയാക്കാൻ ചേച്ചിയുടെ സഹായം വേണം. മാത്രമല്ല, അതുകൊണ്ട് അവിടുത്തെ അരുവിയില്ലേ അരുവിയില്ലേ ആ അരുവിയില്ലേ, നമ്മുടെ പാറയുടെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്ന അരുവി, അവിടത്തേക്ക് ആ കാടും പടലും എല്ലാം വെട്ടി കളഞ്ഞിട്ട് ടൂറിസം തുടങ്ങാനാണ് എന്റെ പരിപാടി. തുടങ്ങുവന്നോ? കാടും പടലും എല്ലാം കാട് വെട്ടിക്കളയല്ലടാ. ഞങ്ങൾ ഇവിടെ നാട്ടിലുള്ള ചെറുപ്പക്കാരല്ല അവിടെ ടൂറിസത്തിന് പോകുന്നത്. നിങ്ങൾ എന്താ വർത്താനം പറഞ്ഞത്? ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള പദ്ധതി അവിടെ തുടങ്ങുവാനാ പറഞ്ഞത്. വിദേശികളെന്ന് പറയുമ്പോൾ വിദേശികൾ എന്ന് പറഞ്ഞാൽ സായിപ്പ് മദാമയൊക്കെ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നാട്ടുകാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ നിൽക്കുവാണെങ്കിൽ ഞാൻ അതേ ചെയ്യും. സായിപ്പ് മദാമ വരുന്ന നല്ലല്ലേ അത്? വേണ്ട വേണ്ട വേണ്ട, അത് അവരുടെ തുണിയില്ലാത്ത ആട്ടം ഒന്നും ഇവിടെ കാണിക്കണം. അയ്യോ, അത് അവരുടെ നെയ്ച്ചോറിന്റെ ഭാഗം വന്നത്. നെയ്ച്ചോറോ? മറ്റേ അവരുടെ പാരമ്പര്യമില്ല തുടരുന്ന സംഭവം, അതിന്റെ ഭാഗം അത്. അതിനെ മോശമായിട്ട് കാണരുത്. അതിനെ കൊണ്ടുവരുമോ? അതൊന്നും വേണ്ട. നമ്മുടെ ചേച്ചിയെ വിടണ. വിടത്തില്ല. നീ നമുക്ക് പോകാൻ പറ്റത്തില്ല സുഗുണ, നമുക്കങ്ങ് പോയേക്കാം. എവിടെ? എങ്ങോട്ട് 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 ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് സൗണ്ട് എടുപ്പിക്കരുത് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നെ ബഹളം വെച്ച് കഴിഞ്ഞാ എന്ത് നോക്കുന്നു? ഇത് നീ ആകുന്നില്ല. ഞാൻ നിൽക്കും. നിക്കത്തില്ല. നിൽക്കുമെന്ന് പറഞ്ഞ നിൽക്കും. ഞാൻ ആദ്യമായിട്ടാ ഒരു സൈലൻസർ വെച്ച് വഴക്ക് കേൾക്കുന്നേ. നീ പോകുന്നില്ല. നിങ്ങളുടെ സമ്മതം വേണ്ട, ഞാൻ പോകും. നീ നേതാവാകത്തില്ല. നീ ഇവിടെ നേതാവാക്കാൻ പറ്റത്തില്ല. എനിക്ക് വയ്യ വലിക്കാൻ നിൽക്കരുത്. നീ നേതാവാകും. നിന്നെ നേതാവാൻ വിടത്തില്ല. പറഞ്ഞിട്ട് ഞാൻ പോകും. നേതാവാൻ വിടത്തില്ല പറഞ്ഞു. അടിനാവിക്ക് പറഞ്ഞ് കുത്തങ്ങോട്ട് കൊടുക്കുന്നേ ഇങ്ങോട്ട്. എന്താടാ പറഞ്ഞേ? അല്ല, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടിമാലി വരെ പോവണം, അത് പറഞ്ഞു. നീ അടിമാലിയിലോ മേളുമാലിയിലോ പോകും. എനിക്കതിന്റെ കാര്യമില്ല. എന്റെ കെട്ടികളെ പെടുത്തൊന്നുമില്ല. നീ തുണിയെടുത്ത് നീ പോകണ്ട. നീ പോകണ്ട. ഞാൻ മര്യാദയുടെ സ്വരത്തെ ഞാൻ പറഞ്ഞു. നീ പോകുന്നില്ല. നീ സാക്ഷി. എന്താ എന്താ നീ ജയിപ്പിച്ചൊക്കെ നേതാവാക്കണ. ജയിപ്പിച്ചൊക്കെ നേതാവാക്കി വിടില്ല. ഞാൻ 2 കള്ളവോട്ടോടെ വിട്ടേരാ. അപ്പൊ അണ്ണന്റെ മനസ്സ് മാറി, അണ്ണൻ സമ്മതിച്ച് ചേച്ചി സ്ഥാനാർത്ഥിയാവാനല്ലേ? മാറിയതല്ല, പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. അത്രയും നാള് സമാധാനമായിട്ട് എനിക്ക് കഴിയാമല്ലോ ഇവിടെ. ചേച്ചി, അപ്പൊ അണ്ണൻ ഓക്കെ, സ്ഥാനാർത്ഥി ഓക്കെ. ഹലോ, വന്നോ? അയ്യോ, അതെ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ, വേണ്ടായിരുന്നു സംഭവം. തിരിച്ചുകൊണ്ടുപോകും. ഇറക്കിയോ? അയ്യോ, തെറി വിളിക്കല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. ചെറിയൊരു ആന്റി ക്ലൈമാക്സ്. ഞാൻ ആദ്യമേ അണ്ണൻ ചത്തെന്ന് പറഞ്ഞ് ചിത ഓർഡർ ചെയ്തായിരുന്നു. അമ്മ താഴെ സാധനം എല്ലാം കൊണ്ട് ഇറക്കി വെച്ചേക്കുക. പൈസ കൊടുത്തില്ല. അമ്മ എന്നെ ശരിയാക്കും. ഒരു 50,000 രൂപ തരാമോ? ഞാൻ 50,000 രൂപ മുടക്കാം. അവരെ വിളിച്ചു വരുത്ത്. അവരെന്താ ഇങ്ങോട്ട് വിളിക്കുന്നത്? അണ്ണൻ മരിച്ചില്ലല്ലോ. എനിക്ക് വേണ്ടിയല്ല, പിന്നെ നിന്നെ കത്തിക്കാൻ. തുണി നടക്കണി. എന്നെ നേതാവാക്കാൻ വിട്ടില്ലല്ലോ. നീ നാട്ടുകാരുടെ നേതാവാവേണ്ടികളല്ല. നീ ഈ വീട്ടിലെ നേതാവണം. നീ എന്നെ തന്നെ ഭരിക്കണം. ഒരു നല്ല കൈഡി ടീം. കൊള്ളാം, നന്നായിരുന്നു. പക്ഷെ ഒന്ന് റെഡ്യൂസ് ചെയ്യായിരുന്നു കുറച്ച്. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് അങ്ങ് നീണ്ടു പോയതാണോ, അതോ അങ്ങനെ അത്ര തന്നെ ഉണ്ടായിരുന്നോ? കണക്ഷന്റെ ആണോ അല്ലേ? കാര്യം ചിരിക്കാനുള്ള മാത്രം ഒന്ന് അടുക്കി വെച്ചാൽ തന്നെ നല്ലവണ്ണം ചിരിക്കാനുള്ളത് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കുറേ എപ്പിസോഡിലായിട്ട് ഇലക്ഷൻ്റെ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പം ഇലക്ഷൻ്റെ തന്നെ ഇപ്പോൾ കുറേ അടുപ്പിച്ച് ഇഷ്ടം പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ നിങ്ങളുടെ ഈ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ഒറ്റ ഇരിപ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സാധനം കണ്ട ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത്. കുറേ ചിരിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കും.
പിന്നെ കുറേ ചിരിച്ച് കഴിഞ്ഞിട്ട് കുറേ നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക, ആ ഒരു അവസ്ഥ വന്നു. പക്ഷെ നല്ല സാധനമായിരുന്നു, നല്ല വൃത്തിയുള്ള, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സാധനം ഇല്ല, ആദ്യത്തെ ഗംഭീര സംഭവമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആ വഴക്കുണ്ടാക്കുന്ന പിണങ്ങുന്നു. സുമി പല ഭാഗത്തും സുമിയുടെ കയ്യിൽ നിന്ന് വിട്ട് പോകുന്നുണ്ട് സാധനം അല്ലേ, ചിരി വന്നിട്ട്. അവിടെയാണ് തുണി വെച്ച് മറയ്ക്കുന്നതും കല്ലിനെ ഒതുങ്ങി നിന്നതും അങ്ങനെയൊക്കെ ഉള്ള കുറേ സംഭവങ്ങളൊക്കെ കണ്ടായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു. ഈ ഒരു ഫീലിംഗ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ ദൂരം കൂടിപ്പോയി, ഒരുപാട് ലെങ്ത് പോലെ ഫീൽ ചെയ്തു. നല്ല നല്ല സാധനങ്ങൾ കുറച്ചുകൂടെ ഒന്ന് ട്രിം ചെയ്ത് അടുപ്പിച്ചിരുന്നെങ്കിൽ ഇത് വെടിയും പോകാൻ പോലെ ഒറ്റ റോക്കറ്റ് പോലെ അങ്ങ് പോയതിനെ സംഭവം. ആ ഒരു പ്രശ്നമേ ഉണ്ടായുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും വലുതായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു കളിയുടെ ശൈലി ഇതിലും കിട്ടിയ ഒരു സൈലൻ്റ് ആയിട്ട് വന്നു, പിന്നെ ഒന്ന് പൊട്ടിത്തെറിച്ചു, പിന്നെ ഒന്ന് സൈലൻ്റ് ആയിട്ട് വന്നു, അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇപ്പോഴത്തെ ഈ ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒക്കെ വൃത്തിയായിരുന്നു. അകൽച്ച മാത്രം ഇച്ചിരി കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ടാ. നൈസായിരുന്നു. താങ്ക് യു. അത് ഒരു റിയലിസ്റ്റിക് സംഭവം പോലെ. അതായത് നമ്മൾ ചില സ്കിറ്റുകളിൽ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ രീതിയിൽ അത് പെർഫോം ചെയ്തു. ഇതിൽ എന്താ പറയുമ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടറിലേക്ക് കടന്നിട്ടേ, ഈ ക്യാരക്ടർ കടന്നിട്ട് നിങ്ങൾ ഈ സ്കിറ്റ് നിർത്താതിരിക്കാനായിട്ടുള്ള നിങ്ങളുടെ മനസ്സിലൊരു തത്രപ്പാടുണ്ടായിരുന്നൊരു ഫീല്. അത് ലെങ്ത് അതുണ്ടാവും, അതുണ്ടാവും. നമ്മളൊരു ആക്ടിനെ നമ്മൾ ഇഷ്ടപ്പെട്ടാലേ മറ്റുള്ളവർ അത് ഇഷ്ടപ്പെടത്തുള്ളൂ. പക്ഷെ അതിങ്ങനെ ലെങ്ത്ത് കുറച്ച് ഫീൽ ചെയ്തു. പക്ഷേ അത് കൊണ്ടുപോകുന്ന ചില സ്ഥലങ്ങളിൽ നല്ല നല്ല മുഹൂർത്തങ്ങളും ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നു എന്ന് പറയുന്നില്ല. പിന്നെ സുമിയുടെ അടുത്ത് എടുത്തു പറയേണ്ട കാര്യം, സുമിയുടെ ചില നിലപാടുകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചതാണെന്ന് അറിയില്ല, സുമി ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ എപ്പോഴും സ്ത്രീകൾ പൊതുവായി അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിട്ട് കൊണ്ടുവരാനായിട്ട് സുമി ശ്രമിക്കുന്നുണ്ട്. അതൊരു നല്ല നിലപാടാണ്. നമ്മൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്ക് ചില നിലപാടുകൾ ഉണ്ടാവണമല്ലോ. ഫസ്റ്റിലേ വന്ന് നിന്നിട്ട് ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ തന്നെ ഈ തുണി അലക്കാൻ വന്നിട്ട് ഇവന്മാർ ചുമ്മാ അങ്ങ് പഴം തൊലിച്ചിടുന്ന പോലെ ഡ്രസ്സ് അങ്ങ് ഊരിട്ട് വന്ന് കൈയിട്ട് നനച്ചിട്ട് എൻ്റെ ജോലി കുറച്ച് കിട്ടുമല്ലോ. അതൊക്കെ വളരെ തിങ്ക് ചെയ്യേണ്ട, ഇന്നത്തെ ജനറേഷനിലാണ് ആൺകുട്ടികളൊക്കെ തിങ്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ചെയ്യണമെന്നാണോ? ചെയ്യണം. സ്വന്തം ഡ്രസ്സുകൾ അവർ തന്നെ നനച്ചിടുന്നതിൽ യാതൊരു തെറ്റുമില്ല. കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുക. കുക്ക് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല, അത് പറ്റാത്ത ജോലി ചെയ്ത് ചുമ്മാ ഇതാക്കണ്ട. കറിക്കൊക്കെ അരിയാൻ പറ്റുമെങ്കിൽ ഒന്ന് അരിഞ്ഞു കൊടുക്കുക, സഹായിക്കുക എന്നുള്ളത് നല്ലത് തന്നെയാണ്. ആ സംഭവം മനസ്സിലായോ? കല്യാണം കഴിച്ചാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നീ പറഞ്ഞ ഉപകാരങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു പരസ്യമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് മണിയുടെ കല്യാണമാണല്ലോ. അതെ. അപ്പോ അടുക്കളയിൽ നല്ലപോലെ സഹായിക്കുന്ന അല്ലെ, കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അത് ഭാര്യയുടെ മേൽ അടിച്ചേൽപ്പിക്കുക, അല്ലെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ഭർത്താവാണ് ലൈക്ക് മീ. ഇത് ജഡ്ജ്മെന്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇതിന്റെ ലെങ്ത് ഇവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള നിലപാടുകൾ ആർട്ടിസ്റ്റിനുള്ളത് നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വഴക്ക് കൂടുന്ന സമയത്തുണ്ടായല്ലോ നിങ്ങളുടെ ഈ ആ ഒരു കെമിസ്ട്രി, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ആ കെമിസ്ട്രി ഗംഭീരമായിരുന്നു. മനോജ് ഭായിയുടെയും സുമിയുടെ കെമിസ്ട്രി ഗംഭീരമായിരുന്നു. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രസാദ് ഏട്ടാ, ഈ മണിക്കൂട്ടൻ പറഞ്ഞ പോലെ സുമി ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ഭാര്യയാണ്, റെപ്രസെൻറ്റേഷനാണ്. എന്നാൽ മനോജാണെങ്കിൽ പഴയ കാലഘട്ടത്തിലെ ഒരു പഴഞ്ചൻ ഭർത്താവുമാണ്. അത് ഈ സ്കിറ്റിൽ അവതരിപ്പിച്ചു, മനസ്സിലായില്ലേ? അത് ശരിക്കും നല്ലൊരു കൺസെപ്റ്റാണ്, ഈ പറഞ്ഞ പോലെ ജോലികൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ല് തുടക്കത്തിലൊരു 10 മിനിറ്റ് കട്ടക്ക് നിൽക്കുന്ന പോലെ എങ്ങനെ ഇത്ര പെർഫെക്റ്റായിട്ട് നിങ്ങൾ തമ്മിൽ തല്ലും നിന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. എന്ത് ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഒരു സെക്കൻഡ് ഗ്യാപ്പില്ലാതെ നിങ്ങൾ പറയുന്ന ആ ഒരു ഏരിയ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ അതുപോലെ മനോജ് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങൾ ഇതിനെ നേരെ ട്വിസ്റ്റ് ചെയ്താണ് പറയുന്നത് സുമി. നടന്ന കാര്യങ്ങൾ അത് തന്നെ പറയുന്നത്, പക്ഷെ അതെല്ലാം നേരെ പുള്ളിക്കാരിയും കൂടെ ഇങ്ങ് ചേർത്ത് പറയുകയാണ്. അത് നന്നായി. പക്ഷേ എന്താണ് അജേഷ് പറയാൻ വരുന്ന, മരിച്ചു എന്ന് കഴിയുമ്പോൾ പറയാൻ വരുന്ന രഹസ്യം എന്താണെന്ന് പിടികിട്ടിയില്ല. ലാസ്റ്റിൻ്റെ ക്ലൈമാക്സിൽ എന്ത് പറഞ്ഞപ്പോഴാണ് മനോജ് മാറിയതൊന്നും പിടികിട്ടിയില്ല. അത് നിങ്ങൾ പറയേണ്ടതായിരുന്നു. അവിടെ ഒരു ക്ലിക്ക് വേണം. അതൊരു ഗംഭീര ക്ലൈമാക്സ് നമ്മൾ ചിരിപ്പിക്കുന്ന ഒരു സാധനം, ഒരു കണ്ടൻറ്റ് അവിടെ നിങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് വേറെ രീതിയിൽ പോയേനെ. ഇത് പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിക്കുന്നു, സ്ഥാനാർത്ഥിയാകാൻ എഗ്രി ചെയ്യുന്നു. പക്ഷെ അതിനകത്തൊരു സംഭവം വേണമല്ലേ, അതിൻ്റെ ലോജിക്കില്ല. അതിനും കൂടെ ഒരു ഉത്തരം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിലോട്ട് പോയേനെ. ഏതായാലും ഓൾ ദ ബെസ്റ്റ്. നിങ്ങളിതിന് അടുത്ത സ്കിറ്റുകളെല്ലാം ഗംഭീരമാക്കുമെന്ന് 100% വിശ്വാസമുണ്ട്. നിങ്ങളിൽ നിന്നും ഇതിൻ്റെയൊക്കെ വളരെ മുകളിലാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഓഡിയൻസ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആരാണ് ആദ്യം എമൗണ്ട് തന്നു തുടങ്ങുന്നത്? ഞാൻ തന്നെ തരാം. ഞാനൊരു 15,000 രൂപ കൊടുക്കാം. 15,000 രൂപ. ഓക്കെ. പ്രസാദേട്ടാ? ഞാനൊരു 15 തന്നെ തരുന്നു. അപ്പൊ 30,000 രൂപ എന്റെതും പിടിച്ചോ. ടോട്ടൽ എമൗണ്ട് 65,000 രൂപ ഈ മാസത്തിന്. ഓക്കെ, ഉഷാറായിട്ട് അടുത്തതിൽ കാണാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ചേട്ടാ തെരഞ്ഞെടുപ്പിന്. ശരി.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം വിഷ്ണു, രാജിമോൻ, ബിൻരാജ്. ഒരു നല്ല കൈയടി. കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഇഞ്ചക്ഷൻ എടുക്കാൻ വിളിക്കുമ്പോ ഒരു സ്ഥിരം പരിപാടിയാ ഓടി രക്ഷപ്പെടക്കം. ഈ എവിടന്മാരോടും പണി നിനക്ക് ഞാൻ തരാടാ. ഇതല്ല, ഇതിനപ്പുറത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അടുത്ത് അതാ നിന്റെ കളി. ഇവന്മാർക്ക് ഒരുത്തിനും പറഞ്ഞാൽ കേൾക്കത്തില്ലെന്നുള്ളതാ. ഒരു രോഗിയെടുത്ത് പെരുമാറുന്ന പോലെ അല്ല ഇവന്മാരെടുത്ത് ഒന്നും ഞാൻ പെരുമാറുന്നു. ഇവക്കറിയാല്ലേ, ഈ ഒരു 3-4 ജോലി ഇവിടെ കിടന്നില്ലയോ? എന്തെങ്കിലും മോശമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ഒരു അച്ഛനും മക്കളും പോലെ നമ്മളിവിടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നില്ല. അല്ല, അത് സത്യം. എന്നിട്ട് ഇവന്മാർ കാണിക്കുന്ന തലക്ക് എന്താ പറ്റിയതാ? ഏതാ അച്ഛനും മക്കളും ഒക്കെ ആകുമ്പോൾ 1-2 പറഞ്ഞിരിക്കും, ചെടിച്ചട്ടി തല അടിച്ചു നിൽക്കിരിക്കും. അപ്പൊ ഇയാൾ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്തോ? അതിന്റെ ഇടയിൽ കൂടെ അയാൾ ഷൈൻ ചെയ്യാൻ നിൽക്കുന്നു. ഞാൻ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. ഓ, ഭയങ്കര തലവേദന. എന്തൊക്കെ ബഹളമാണ് ഇവിടെ നടക്കുന്നത്? എന്ത് ബഹളമാണ് ഇവിടെ നടക്കുന്നത്? അതെ, ഇവിടെ നടത്തുന്ന യോഗ സെന്റർ അല്ലല്ലോ, മാനസികാരോഗ്യ കേന്ദ്രമല്ലേ. അപ്പൊ ഒരു ഇച്ചിരി ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്റെ പൊന്നു ദൈവമേ, ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ ഭയങ്കര ബഹളം. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഭയങ്കര ബഹളം. ചായ കുടിച്ചിട്ടൊന്ന് ബാത്റൂമിൽ പോയപ്പോ അവിടെയും ഭയങ്കര ബഹളമെന്നേ. അതല്ലെങ്കിലും അങ്ങനെ ഒരു ചായയും കുടിച്ചിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ അത്യാവശ്യം ബഹളം ഒച്ചയൊന്നുമില്ല. പിന്നെ എന്തൊരു തെണ്ടിത്തരം പറയുന്ന നീ ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കരുത്. ഞാൻ പറയാം, നീ ഇന്നലെ താമസിച്ചല്ലടാ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ അറ്റൻഡൻസ് നോക്കി, ഭയങ്കരമായിട്ട് നീ താമസിച്ചു വന്ന. എന്നാ താമസിച്ചു വന്നത്? അതിന് ഭയങ്കര ഒരു കാര്യമുണ്ട്. എന്തുവാ? ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയപ്പോ നല്ല അടിപൊളി ഒരു സ്വപ്നം. എന്തെന്ന്? ഞാനൊരു പണക്കാരന്റെ പെട്രോൾ പമ്പിൽ ജോലി കിട്ടി ഇങ്ങനെ നിൽക്കുക. ഈ പെട്രോൾ അടിക്കുന്ന ഗണ്ണെടുത്തിട്ട് അവിടെ വന്ന കാറിന് അകത്തും പുറത്തും എല്ലാം ഞാൻ പെട്രോൾ അടിക്കുക ഇങ്ങനെ. എന്നിട്ട് ബെഡ്ഷീറ്റ് ആരാ കഴുകിയിട്ട്? നീയാണോ നിന്റെ ഭാര്യയാണോ? അങ്ങനെ എടാ, കിടന്ന് മുള്ളിട്ട് ഇവിടെ വന്ന് ഈ കഥ പറഞ്ഞ് എന്നെ പേടിക്കാൻ നിനക്ക് നാണമില്ലടാ പുല്ലേ. ചുമ്മാ കഥ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, ഒരുമാതിരി ബൂർഷ മലയാളിമാര് പെരുമാറുന്നത് എന്റെ അടുത്ത് പെരുമാറരുത്. ഞാൻ എന്നാടാ പെരുമാറി? കാര്യം ഓർക്കണം, നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ, ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. ആ ഓർമ്മ വേണം കേട്ടല്ലേ. വിനുരാജെ, പറയുമ്പോ എഡിറ്റ് ചെയ്യാതെ പറയടാ, എന്നാലേ അവർക്ക് കിട്ടത്തുള്ളൂ. എടാ, കളിച്ചു വളർന്നത് ഓക്കെ, പഠിച്ച കാര്യം നീ മിണ്ടരുത്. നിങ്ങൾ ഇത് കേൾക്കണം. പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഹിറ്റ്ലറിനെ പറ്റി 5 വാക്ക് എഴുതാൻ പറഞ്ഞപ്പോ ഇവൻ എഴുതി വെക്കുക 5 പെങ്ങന്മാർക്കൂടെ ഒരാങ്ങളെന്ന്. ഒരു കാര്യം പറയാം, എന്നാ? നമ്മുടെ വാർഡിൽ കിടക്കുന്ന ഹരിക്ക് അത്യാവശ്യമായിട്ട് ഷോക്ക് കൊടുത്തു വിട്ടു. ഭയങ്കര ഇന്നലെ വൈകുന്നേരം ഞാൻ അവനൊരു ഷോക്ക് കൊടുത്തതാ. ഈ ഷോക്ക് കൊടുത്തു ഇപ്പൊ ഷോക്കിന് അടിച്ചായി. ഇപ്പൊ അവന്റെ അടുത്ത് പറയുന്നത് പറയാമോ, എനിക്ക് 3 നേരം ആഹാരം തന്നില്ലേലും വേണ്ടില്ല, ദിവസം 1 നേരമെങ്കിലും എനിക്ക് ഷോക്ക് തരണം. ഓ, ഇങ്ങനെ കറണ്ടിനോട് ആർത്തിയുള്ള ഒരു ചെറുക്കൻ. എടാ, ഇങ്ങനെ കറണ്ട് ബില്ല് കൂടാൻ കാരണക്കാരൻ തന്നെ നിനക്കെട്ടാണ് അടിക്കേണ്ടത്. ഇനി എന്നെ പറഞ്ഞോ, സാറിന് അവൻ അഡ്മിറ്റ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ് ഓർഡർ തന്നിട്ട് പോയാൽ മതി. ഞാനാ ഇവിടെ കിടന്ന് ഉമ്മാരെ ചവിട്ടും കുത്തും മൊത്തം കൊള്ളുന്നത്. ഇവിടുത്തെ നക്കാപ്പിറ്റ ശമ്പളം വാങ്ങിച്ച് ഞാൻ ആയുർവേദ ആശുപത്രിയിൽ പോയി ഉഴിച്ചിലും പിടിച്ചിലും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ആയുർവേദവും അലോപ്പതിയും കൂടെ ഇതിന്റെ ഇടയ്ക്ക് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. ഞാൻ അറിയാവോ പൊന്നു പിന്നായ, ഇത് ആപ്പ് ആശുപത്രി ഒന്നുമല്ല, ഇതൊരു ആതുരാനയാണ്. അതിലാ അവിടെ പിടിക്കപ്പെട്ടു. ഇതൊരു ആതുരാന. എന്റെ ദൈവമേ, കോട്ടും സൂട്ടും ഇട്ടോണ്ടൊരു മാന്യൻ. എന്റെ പൊന്നു ഡോക്ടറെ, 10 രൂപ കൊടുത്താൽ ഒരു ടങ് ക്ലിയർ കിട്ടും. വാങ്ങിച്ച് നാക്ക് പഠിക്കണം കേട്ടോ. പിൻരാജെ, 20 രൂപ എടുത്ത് ഒരു മൗത്ത് വാഷ് കിട്ടും. വായിലിട്ടൊന്ന് പുലുക്കണം. ഇവിടെ നിന്ന് സംസാരിച്ചോണ്ട് നിന്നാ മതിയോ? നമുക്ക് റൗണ്ട്സിന് പോണ്ടേ? മേലിമാര് വർത്താൻ എന്റെ അടുത്ത് പറയരുത്. റൗണ്ട്സിന് പോകണമെന്ന് പറയരുത്. പിന്നെ തല്ലു കൊണ്ടിട്ട് വരാം. ഹലോ രമേ. കേട്ടോനെ, ഹലോ. നിങ്ങളെ സ്നേഹിച്ചു എന്നൊരു ഒറ്റ തെറ്റ് മാത്രല്ലേ ഞാൻ ചെയ്തുള്ളൂ. നിങ്ങൾ എന്താ പറഞ്ഞത്? എനിക്ക് കല്യാണാലോചന വരുവാണെങ്കിൽ നീ ഭ്രാന്തായിട്ട് അഭിനയിച്ചാ മതിയെന്ന്. ഞാൻ ഭ്രാന്തായിട്ട് അഭിനയിച്ചു. എന്നിട്ട് എന്റെ വീട്ടുകാരെ ഞാൻ ഭ്രാന്തിയാന്ന് പറഞ്ഞ് എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടിട്ടു. നാളെ ഷോക്ക് കൊടുക്കാൻ പോവാ, അറിയോ? മുതുക്ക് കണ്ടേ. എന്റെ പൊന്ന് രമേ, നീ ഇങ്ങനെ വിഷമിക്കാതെ. വിഷം വെക്കും ഞാൻ, തനിക്കും വിഷം വെക്കും, തന്റെ കുടുംബത്തിനും വിഷം വെക്കും. അയ്യോ, എനിക്കും കുടുംബത്തിനും വിഷം വെക്കാനല്ല പറഞ്ഞത്. നീ ഇങ്ങനെ വിഷമിക്കാതെ. ഞാൻ കറക്റ്റായിട്ട് ആശുപത്രി വന്ന് കേറിയിട്ടുണ്ട്. നീ നോക്കിക്കോ, ഇന്ന് രാത്രി ഡോക്ടറോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും മനസ്സിലാക്കി നിന്നെ ഇവിടുന്ന് കടത്തി നമ്മൾ കല്യാണം കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ രമേ. താൻ എന്ത് തേങ്ങയെങ്കിലും ചെയ്യും. തേങ്ങ ചെയ്യാൻ ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോ ദൈവമേ. ഇന്ന് എല്ലാരും ലീവാണെന്ന് തോന്നുന്നു. ആളുണ്ട്. സംഭവം വാർഡിൽ പോകുമ്പോൾ അങ്ങനെയല്ല. എന്റെ പൊന്നെ ഒന്ന് വിട്. എന്റെ ദൈവമേ, ഞാൻ സെല്ലങ്ങും ചാടി വന്നതല്ല.
എന്റെ വീട്ടിൽ നിന്ന് മതിലും ചാടി ആഗ്രഹം കൊണ്ട് ഇങ്ങോട്ട് കേറി വന്നതാണ്. എന്റെ ഏറ്റുമാനൂരപ്പാ, പല സ്ഥലത്തും ആഗ്രഹിച്ച് ട്രിപ്പ് പോകുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ആഗ്രഹിച്ച് വന്നെന്ന് പറയുന്നത് ഞാൻ സമ്മതിച്ചു വന്നു കേട്ടോ. ഞാൻ ഇത്ര ആഗ്രഹം മൂത്ത് വരെ ഇതെന്താ മറൈൻ ഡ്രൈവ് വന്നു? ആ ഷോ അതല്ല, പിന്നെ? ഞാൻ പറയുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്ന് കേക്കണം ഡോക്ടറെ. പറ. ഞാനൊരു പെണ്ണുമായിട്ട് പ്രേമമായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, അപ്പൊ അവിടെ വീട്ടുകാർ അവക്ക് വേറൊരു കല്യാണ ആലോചന ആലോചിച്ചു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, നീ ചെറുതായിട്ട് മെന്റലായിട്ട് അഭിനയിച്ചാ മതി, അപ്പൊ വീട്ടുകാർ നമ്മുടെ കല്യാണം നടത്തി തരും. പക്ഷെ അവരുടെ വീട്ടുകാർ അവളെ ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തേക്കുവാ. എങ്ങനെയെങ്കിലും അവിടെ സെല്ലിന്ന് ചാടിച്ചോണ്ട് പോകാനാണ് ഞാനിപ്പോ കേറി വന്നേക്കുന്നത്. ഓ, എന്നാ കുരുത്തം കെട്ട ചെറുക്കനാടാ നീ. എടാ, പ്രേമിക്കുന്ന പെണ്ണിനെയാണോ ഇവിടെ കൊണ്ട് അഭിനയിച്ച് കിടത്തുന്നത്? എടാ ചെറുക്ക, ഞാൻ സത്യം ചോദിച്ചാ, നിന്റെ പേരെന്തുവാ? എന്റെ പേര് മണിയൻ. മണിയൻ, കിളിക്കാൻ പെട്ടി മണിയൻ എന്ന് എല്ലാരും വിളിക്കും. അയ്യേ, ഇതന്നെ ഇങ്ങനെ ഒരു പേര്? അയ്യോ, ഞാൻ ഈ അടുത്തൊന്ന് വൈറലായിരുന്നു. എങ്ങനെ? ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി. കറണ്ട് പോയപ്പോ ഫോണിന്റെ ഫ്ലാഷ് ഓണാക്കി ഞാൻ ബാത്റൂമിലൊന്ന് പോയി. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ 1552 ഷെയറും 112 കമന്റും. എങ്ങനെ മനസ്സിലായില്ല? എന്തോ ലൈവ് ആയിരുന്നോ. ഷോ, പിറ്റേ ദിവസം രാവിലെ റോഡിൽ ഇറങ്ങിയപ്പോ എല്ലാരും എന്നെ വിളിക്കുവാണ്, കിളിക്കാൻ പെട്ടി മണിയാന്ന്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിനക്കിപ്പോ നിന്റെ രമ്യയെ കണ്ടാ പോരെ? കണ്ടാ മതി. ഒരു കാര്യം ചെയ്യ്, ഞാൻ കാണിച്ചു തരാം. എന്റെ ദൈവമേ, ആള് തറയെ വീണ്. അയ്യോ ഡോക്ടർ, ആക്കെന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യേ. ഓ മൈ ഗോഡ്, അവന്റെ ബോധം പോയെന്ന് തോന്നുന്നു. ഓ മൈ ഗോഡും പറഞ്ഞോണ്ട് നിൽക്കാതെ പോയെന്തെങ്കിലും എടുത്തോണ്ട് വേണം. എന്റെ എക്യുപ്മെന്റ്സ്. ദൈവമേ, ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. കാർഡിയാക്കും കറസ്റ്റും ഒക്കെ ആണെന്നൊക്കെ പറയാം. അതുവല്ലോ ആണോ ഇനി? ഇത് വെക്ക്, ഇത് വെക്ക്. എന്റെ ദൈവമേ, പെട്ടെന്ന് കൊണ്ടുപോവാ. വെക്ക്, അവന് ശ്വാസം കിട്ടട്ടെ. വെക്ക്, അവന് ശ്വാസം കിട്ടട്ടെ. അവന് ശ്വാസം കിട്ടട്ടെ. അവന് ശ്വാസം ഇല്ല. വെക്കത്, ശ്വാസം കിട്ടട്ടെ അവന്. ശ്വാസം ഇല്ല അവന്. ഇതെന്തുവാണ് സംഭവം? എന്റെ തേപ്പൂട്ടി കട കയറി വന്നിട്ട് ഇതെന്നാ സംഭവം? ഇവനെ ഞാൻ തേച്ചോളാം. രമേ, എന്താ? പിന്നെ ഓ, ഡോക്ടറെ കണ്ട് ഞാൻ നമ്മുടെ കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാണ്. അതിന് ഡോക്ടർ ഇവിടെ അല്ലല്ലോ, രാജസ്ഥാനിൽ പോയേക്കുമല്ലേ. നാളെ 10 മണിക്കേ വരത്തുള്ളൂ. അപ്പം മേളിക്കഴിഞ്ഞ് പോയ കാക്കയെ ഞാൻ ഏണി വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏണി വെച്ചോണ്ടിരിക്കുവാണോ അവിടെ? കമ്പോള നിലവാരം, തേങ്ങയ്ക്ക് ഇന്നലത്തെ കാട്ടി വില കൂടുമെന്നാണ് പറയുന്നത്. എന്റെ പൊന്ന് രമേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. എവിടെ? ഈ ആശുപത്രി വന്നിട്ടുണ്ട്. ക്യാരറ്റിന് വീണ്ടും വില കൂടുമെന്നാണ് ആരോ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? തലക്കടിച്ചായിരുന്നല്ലേ? ചുമ്മാതല്ല കമ്പോള നിലവാരം ഇടിഞ്ഞത്. എവിടെ പോണ്? ഞാൻ രമ്യ വിളിച്ചോണ്ട് വരാം. ഒന്ന് എണീക്കണോ, എണീക്കണോ. എടോ, ഇങ്ങോട്ട് വന്നേടോ. ആ കോട്ടിട്ട് ഡോക്ടറായിട്ട് നിന്നവന് പ്രശ്നമാണല്ലേ? അവൻ നിൽക്കുമ്പോ ഞാൻ എങ്ങനെ തന്നോടത് പറയുന്നേ? അവന് വട്ട, അവൻ ഡോക്ടറെ കോട്ടൂട്ടോണ്ട് ഇവിടെ കിടന്ന് കാണിക്കുന്ന കാട്ടായോ ഇത്? ഭഗവാനേ, ഒരു കാര്യം ചെയ്യും, താൻ അവൻ വരുന്നുണ്ടോ നോക്ക്. ഞാൻ രമ ഏത് സെല്ലിനാന്ന് നോക്കാം. ഈ പെണ്ണ് ഏത് സെല്ലിലായിരിക്കും നിൽക്കുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ലല്ലോ. അവക്ക് രമ ഏത് സെല്ലിലാന്നുള്ള കാര്യം കറക്റ്റ്. ഭഗവാനെ, ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് എങ്ങനെ കണ്ടു? ഇതൊക്കെ കാണുമ്പം എനിക്ക് നെഞ്ച് വേദന എടുക്കുന്നുണ്ടാ. സംശയിക്കാറൊന്നുമില്ല. അയ്യോ അയ്യോ അയ്യോ, കൊല്ലരുത് കൊല്ലരുത്. അയ്യോ 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 അയ്യോ, അറ്റാക്ക് വന്നാൽ നെഞ്ചത്ത് ഇടിക്കരുത്. അയ്യോ അയ്യോ, ദൈവത്തെ കരിങ്കുരാങ്ങ് കുരുതി പക്കും. വെളുത്ത പൂവ് മാല കെട്ടി കറുത്ത കോഴി കരിങ്കുരാങ്ങ് കുരുതി പക്കും. പൂവ് മാല കെട്ടി ഒരുക്കി പക്കും. കറുത്ത കോഴിയായിട്ട് ഒരുക്കി പൊരിച്ച് തിന്നാനാണ് പ്ലാൻ. എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കത്തില്ലടാ. എടാ, എനിക്ക് ഭയങ്കര മൂഡ് ഓഫ്. എനിക്ക് ക്രിക്കറ്റ് കളിക്കണം. അത് നല്ലതായിരിക്കും. മക്കള് ക്രിക്കറ്റ് കളിക്ക്. മാമൻ ഇപ്പൊ വരാം. അല്ല, മാമൻ പോയാൽ ഒക്കത്തില്ല. ക്രിക്കറ്റ് കളിക്കാൻ പന്ത് വേണ്ടേ?
അതിന് ഞാൻ മാമനാണ് ഞങ്ങളുടെ പന്ത്. ഞാനോ? അയ്യോ, ഞാൻ നീണ്ടിരിക്കുവല്ലേ, ഞാൻ പിന്നെ എങ്ങനെ പന്താവും? ഞങ്ങൾ ഉരുട്ടിക്കോളാം. കൊല്ലുന്നേ, ഓടി വായ, കാല് കീറിപ്പോവും. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കളിക്കാം. ഭഗവാനെ, എന്ത്? അയ്യോ, ഉരക്കണം. അയ്യോ, എനക്കൊരുത് പറയുന്ന എന്റെ ഭഗവാനെ. അയ്യോ, ഇനിയിപ്പോ ഈ ബോൾ വെച്ച് കളിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഈ ബോൾ കണ്ട രണ്ടായിട്ട് നെടുകെ കീറി എന്റെ ബ്ലാഡറൊക്കെ പുറത്തു വന്നു. ഓ ശരി ശരി, എന്നാ ഈ ബോൾ വേണ്ട. വേണ്ട. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ക്രിക്കറ്റ് വേണ്ട, പിന്നെ നമുക്ക് ഫുട്ബോൾ കളിക്കാം. മരണം ഉറപ്പ്. അതാ നല്ലത്. അല്ല, കളിച്ചിരിക്കാൻ സമയമില്ല. എനിക്ക് കൊട്ടാരക്കര ഉറപ്പുണ്ട്. മണ്ട, നിനക്ക് ഭ്രാന്താ നിനക്ക്. എടാ, ഇവിടെ പോവാൻ സ്ഥലമൊന്നുമില്ല, നീ അങ്ങനെ പോകും, വണ്ടിയൊന്നും ഇല്ലല്ലോ. നിന്റെ കണ്ണിലെന്നടാ ചെടി അങ്ങോട്ട് കാട്ടി വെച്ചേക്കും. ഓട്ടോറിക്ഷ ഇല്ല കിടക്കുന്നേ, ഞാൻ അതെടുത്തോട്ട് പോകും. അയ്യോ, മറന്നു കഴിഞ്ഞാ വണ്ടി എടുക്ക്. എന്ത് ചെയ്യാൻ പോവാ? വണ്ടി എടുക്കാൻ പോകും. വണ്ടി സ്റ്റാർട്ടാക്കാൻ പോകാൻ പറ്റില്ലേ? ഏത് വണ്ടി? ഏത് വണ്ടി? എടോ, എടോ, കാല് കീറിപ്പോവും. ഇത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. ഇതാ നാട്ടുകാർ നിനക്ക് ഭ്രാന്താന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വണ്ടി സ്റ്റാർട്ട്. പിന്നെങ്ങനെ? ആദ്യം വണ്ടി കയറണം, അയ്യോ, താക്കോലിടണം. അയ്യോ, വണ്ടി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ പുറകിലൊരു റിസീവർ ഉണ്ട്, അതിങ്ങനെ തിരിച്ചാൽ മതി. അയ്യോ, 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 കൊല്ലുന്നേ, ഓടി വായോ രമേ. കൊട്ടാരക്കര എത്തി. രമേ, കൊട്ടാരക്കര എത്തി. എന്തിനാ കരയുന്നത്? പണ്ട് എന്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോ ഈ സമയത്ത് എന്നെ മടിയെ കിടത്തി താരാട്ട് പാടുമായിരുന്നു. വാ, കിടക്ക്. ഉണ്ണി ഉറങ്ങുറങ്ങ്, എന്നോമന പൊന്നെ ഉറങ്ങുറങ്ങ്. കണ്ടെന്നു നീ എന്തിനാ കരയുന്നത്? കൊച്ചിലെ അമ്മ എന്നെ മടി വെച്ച് പാല് തന്ന് ഉറക്കുമായിരുന്നു. എന്റെ ഭഗവാനെ. നീ എന്തിനാണ് കരയുന്നത്? ചുമ്മാ. നീ എന്തിനാണ് ചിരിക്കുന്നത്? ചുമ്മാ. നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് ചിരിക്കുന്നത്? നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ചുമ്മാ. എന്താ ചിരിക്കുന്നേ? ചുമ്മാ. നീ എന്തിനാ കരയുന്നേ? ചുമ്മാ. ഓക്കെ. തീരനാലെന്റെ ഭാര്യ സുന്ദരിതമയന്തി, എന്നാലെന്റെ ഭാര്യ സുന്ദരിതമയന്തി. തീരനാലെന്റെ ഭാര്യ സുന്ദരിതമയന്തി. ഫോണവിടെ, ഫോൺ. അയ്യോ, അയ്യോ. ഹലോ, ഹലോ മണിയേട്ടാ, നിങ്ങൾ എവിടെ നിക്കുവാ? ഞാനേ പ്രാന്താശുപത്രിയുടെ മതില് ചാടി അവിടെ നിക്കുവാ. എന്നാ പിന്നെ ആ മതില് ചാടി നീ നേരെ എങ്ങോട്ടെങ്കിലും പോയി ആരെങ്കിലും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. അതെന്തിനാ? ഞാനിവിടെ പെട്ട് പപ്പടമായേക്കുവാ. നമുക്കടുത്തത് ഗോൾഫ് കളിച്ചാലോ? നല്ല ഉഗ്രൻ ഹോസ്പിറ്റൽ, നല്ല കൈയടി. നസീർക്ക കുഴപ്പമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കൊത്തൊരു കളിയുമല്ല. നിങ്ങളുടെ ഒരു എന്താ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്, ആ ഒരു ആംബിയൻസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വരും എന്നുള്ളൊരു മുൻധാരണയും നമുക്കുണ്ടായി. ഇത് ഡോക്ടർ ആണെന്നുള്ളത് വന്നില്ല, പക്ഷേ ക്ലൈമാക്സിൽ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ നേരെ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഫ്രണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിരി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ചില ഏരിയകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതൊക്കെ വലിയ കുഴപ്പമില്ലാതെ ഓടി അങ്ങ് പോയി എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഒരു സാധനം നമുക്ക് കറക്റ്റായിട്ടും കിട്ടിയില്ല. അത് സത്യമായൊരു കാര്യമാണ്. രാജ്മോഹൻ വന്നപ്പോഴാണ് പിന്നെയും ഇതിനെന്തേലും ഒരു അനക്കം വെച്ച് തുടങ്ങിയത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു പോകുന്നല്ലാതെ രാജ്മോഹൻ വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അതല്ലാതെ വലിയ ഗംഭീരം എന്ന് പറയാനായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ആ സാധനം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് സത്യമാണ്. നിങ്ങൾ മാക്സിമം അലറുന്നുണ്ട്, ഓടുന്നുണ്ട്, കമ്പ് വെച്ചടിക്കുന്നുണ്ട്, ബാറ്റ് കളിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ചിരിയുടെ സീക്വൻസുകൾ നമുക്കൂടെ കിട്ടണ്ടേ, അത് കിട്ടിയിട്ടില്ല. നിങ്ങൾ ആ ഒരു ഇയാളെ നിങ്ങൾ രണ്ടുപേരും ഭ്രാന്തനായി പിന്നെ ഇയാളെ ഇട്ടുകൊണ്ട് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തൊക്കെ മാറുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട ഒരു സാധനത്തിൻ്റെ ഒരു ലെവലിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ല നിങ്ങൾക്കത്. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം എന്നും പറഞ്ഞാൽ അത്ര മോശമല്ല കേട്ടോ.
ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മണിക്കുട്ട. നിങ്ങളൊരു നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. ഇങ്ങനെ ഒരു കണ്ടന്റ് എടുക്കുമ്പോൾ ഒരു ശ്രമം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജ്മോഹൻ ഭായിയുടെ അറ്റംപ്റ്റ് ഈ സദസ്സിലിരിക്കുന്ന പലരെ ആകർഷിച്ചു. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനൊരു അറ്റംപ്റ്റിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഇൻപുട്ട് നമ്മളേതായ കൊടുക്കാമെന്നുള്ളത്. ഹ്യൂമർ ഉണ്ടായിരുന്നു. കുറച്ച് നമുക്ക് ഈ പറയുന്ന പോലെ മുഹൂർത്തങ്ങൾ കോർത്തിണക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളത് നിങ്ങളും കൂടെ ചിന്തിക്കണം. വിൻരാജ് ഭായ് ഈ രാജ്മോഹൻ ഭായിയുടെ മറ്റേ കമ്പ് വെച്ചിട്ട് നിങ്ങൾ പൊക്കുമല്ലോ, അപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിലായിപ്പോയി. പിന്നെ ബിൻരാജ് ഭായ് ഇത് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല, മറ്റേ പുള്ളി വിഷ്ണു അതും കൊണ്ട് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ വെച്ച് ബിൻരാജ് ഭായ് വീണുപോയ രാജ്മോഹൻ ഭായ് തറ വീണു. അതൊരു ഈ പറയുന്ന പോലെ ആ പ്ലേ ഒക്കെ ഈ പറയുന്ന പോലെ രസമായിരുന്നു. പക്ഷേ ആ പ്ലേ അങ്ങനെ രസകരമായതുകൊണ്ട് നിങ്ങൾ ഈ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ക്ലൈമാക്സ് പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഇതിൽ ആരാണ് രോഗി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ക്ലൈമാക്സിലോട്ട് കൊണ്ടുവന്നപ്പോൾ ആ പ്ലേയും കുറച്ച് രസകരമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. അവിടെ എങ്ങനെ നമുക്ക് ഈ പറയുന്ന എൻജോയബിൾ ആക്കാം അല്ലെങ്കിൽ മുഹൂർത്തങ്ങൾ കോർത്തിണക്കാം എന്നുള്ളത് ഒരുപാട് വലിയ തത്രപ്പാടാണ്. നമുക്ക് നോക്കാം ഇനി മാർക്സ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ് ഏട്ടാ. നിങ്ങൾ എൻ്റെ തുടക്കം മുതൽ ആ ഫസ്റ്റത്തെ അമ്പ് ചെയ്യുന്ന സാധനം ഗംഭീരമായിരുന്നു. പിന്നെ ഈ അതിനകത്ത് രാജ്മോഹൻ പെട്ടുപോകുമ്പോഴുള്ള ഹ്യൂമർ അതെല്ലാം വളരെ മനോഹരമായിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചു. കമ്പോള നിലവാരം വരുന്നത്, അങ്ങനെ മാറുന്നത്, തിരിയുന്നത്, ഓരോ അടി കിട്ടുമ്പോഴും പുള്ളി മാറുന്നത്, അതെല്ലാം നല്ല രസകരമായിട്ട് എടുത്തു. എൻ്റെ ക്ലൈമാക്സും നല്ല രസമായിട്ടൊക്കെ എടുത്തു. പക്ഷേ ഓൾട്ടുഗദർ ഈ എന്താ പറയുക, ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു ദുഃഖകരമായ ഒരു സംഭവമാണ്. അവിടെ നമ്മളിങ്ങനെ വളരെ ഹാസ്യവൽക്കരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് എത്രത്തോളം നമുക്ക് ചിരിക്കാൻ പറ്റിയെന്നറിയില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്കതിൻ്റെ ഉള്ളിലൊരു ദുഃഖം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു കേട്ടോ. എല്ലാവരും അവസാനം പുള്ളി നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ പേഷ്യൻസ് എന്ന് അറിയുന്നതും അവസാനം ഞാൻ രാജ്മോഹനും നിങ്ങൾക്കും കൂടെ മെൻ്റൽ ആയെന്ന് ഞാൻ വിചാരിച്ചത്. അവസാനത്തെ ഫോൺ എടുക്കലില്ലെങ്കിൽ നിങ്ങൾ മെൻ്റൽ പേഷ്യൻ്റ് ആയെന്ന് വിചാരിച്ചത്. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഗംഭീരമായ കോമഡി ആയിട്ട് വരാം. ഓൾ ദ ബെസ്റ്റ് ഏട്ടാ. താങ്ക് യു. ആരാണ് ആദ്യം എമൗണ്ട് കൊടുക്കുന്നത്? പ്രസാദേട്ടൻ തന്നെ കൊടുക്കട്ടെ. പ്രസാദേട്ടാ. ഞാനൊരു 12 രൂപ സ്റ്റാർട്ട് ചെയ്തു. 12,000 രൂപ. മണിക്കുട്ടാ. ഞാനൊരു 11,000 രൂപ. അപ്പോൾ 23,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഇതാ അയച്ചു നസീർക്ക. ടോട്ടൽ 35,000 രൂപ. ഓക്കെ, അടുത്ത പ്രാവശ്യം നമുക്ക് സെറ്റാക്കാം. കുറെ കൗണ്ടറും സാധനമൊക്കെ ആയിട്ട്. ഓക്കെ രാജിമോൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എല്ലാരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് വിശ്വസിക്കുന്നു. ഉഷാറാക്കിയില്ലേ? ഉഷാറാക്കി. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവാൻ, ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.